ഹായ് ഡിഫൻസ് ആസ്പിറന്റ് ജോയിൻ ഇന്റർവ്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡൽഹി പോലീസിലേക്കും അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അഡ്മിറ്റ് കാർഡിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പലർക്കും അത് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് SSC KKR ആണ്. SSCയുടെ നോർമൽ സൈറ്റിലല്ല, SSC KKR പർട്ടിക്കുലർ റീജിയൻ കേരള കർണാടകയ്ക്കുള്ള SSC KKRന്റെ സൈറ്റിലേക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് SSC KKRന്റെ വെബ്സൈറ്റിനകത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് റിഗാർഡിംഗ് സബ് ഇൻസ്പെക്ടർ ആൻഡ് ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പേപ്പർ 1 ഇഷ്യൂ റിഗാർഡിംഗ് അൺക്ലിയർ ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചില കാൻഡിഡേറ്റ്സിന് എന്ന് പറയുന്നത് ഫോട്ടോയുടെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ സിഗ്നേച്ചറും കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാനുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ssckr@gmail.com enquiry ssckr@gmail.com എന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ബന്ധപ്പെടണം. അതിൻ്റെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് മെയിൽ വഴി കിട്ടുന്നതായിരിക്കും. ആ ഒരു കാര്യം അവർ നോട്ടീസിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ കാര്യത്തെക്കുറിച്ച് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് പ്ലീസ് ക്ലിയർ ടു നോ ദ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റിന്റെ കാര്യങ്ങളെ. ഈ ഒരു എക്സാമിന്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസമാണ്, 23-ാം തീയതി, 24-ാം തീയതി, 25-ാം തീയതി, 26-ാം തീയതി. ഈ ഒരു 4 ദിവസമായിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇത് ചെയ്യുക. അല്ല നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ഫാദേഴ്സ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒരു 3 കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കാണിക്കും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ കൊടുത്ത് അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് എടുക്കാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിന്റെ നിങ്ങൾക്ക് ചോദിക്കുന്ന സെക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ സിലബസിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് 4 സെക്ഷനായിട്ടാണ്. ജനറൽ ഇന്റലിജൻസും ജനറൽ നോളജും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെയാണ് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഫോട്ടോ 2 ഫോട്ടോ കമ്പൾസറി ആയിട്ടും കയ്യിൽ വേണം. അതുപോലെ തന്നെ നിങ്ങളെ ഏജ്, അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും ഒക്കെ തെളിയിക്കുന്നതായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് കമ്പൾസറി ആണ്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആധാറാണ് ഏറ്റവും ഫസ്റ്റ്. ആധാറോ പാൻ കാർഡോ കൊണ്ടുപോവുക, ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളെ ഏജിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ 10th സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കോവിഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഫേസ് മാസ്കും അതുപോലെ തന്നെ ഒരു സാനിറ്റൈസർ കയ്യിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നേരം എക്സാം എഴുതാനിരിക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകുക, ആ കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ COVID-19 ഡിക്ലറേഷൻ ഫോമിന്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു കോവിഡ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അപ്പോൾ ഇത് പേജ് നമ്പർ 3 ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെ കാൻഡിഡേറ്റ് നെയിമും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് റോൾ നമ്പറും എക്സാം നെയിം എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, എക്സാം നിങ്ങൾക്ക് എന്നാണ് ആ ഒരു ഡേറ്റും ആ ഒരു ഏത് ഷിഫ്റ്റ് ആണ്, 1 ആണോ 2 ആണോ എന്നുള്ള കാര്യം, എക്സാം മെനുവും നിങ്ങളെ സിഗ്നേച്ചറും ഇത് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും ചെയ്തിട്ട് പോവുക. കാര്യം അവിടെ ചെല്ലുമ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ സിലബസിന്റെ കാര്യങ്ങളെ കുറിച്ച്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും അതിന്റെ അപ്ഡേറ്റ്സും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.